സർ അലക്സാണ്ടർ ഫെർഗ്യൂസൺ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് 10 മരക്കഷ്ണങ്ങൾ നൽകൂ, കൂടെ അവനെയും. നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഞാൻ നേടിത്തരാം. കാരണം മധ്യനിരയിൽ അയാൾ ഒരു കൊടുംകാറ്റായിരുന്നു. ഏത് സമ്മർദ്ദ ഘട്ടത്തിലും വളരെ ശാന്തനായിക്കൊണ്ട് പുൽമേടുകളിൽ ആളിപ്പടരാൻ അയാൾക്ക് സാധിക്കും. റൊണാൾഡീനോയും പാവൽ എഡ്വേർഡും അഴിഞ്ഞാടിയിരുന്ന മധ്യനിരയിൽ അയാളുടെ മികവിനാൽ സ്വന്തം നാമം എഴുതി ചേർക്കാൻ അയാൾക്ക് അധിക നാൾ വേണ്ടി വന്നില്ല. 2001 അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്ന ജുവന്റസിൽ ആടിത്തിമർത്തുകൊണ്ട് കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന സാന്റിയാഗോ ബെർണബ്യൂവിന്റെ മണ്ണിലേക്ക് ചേക്കേറുമ്പോൾ പതിവിലും വിപരീതമായ തികച്ചും വ്യത്യസ്തമാർന്ന 5-ാം നമ്പർ ജേഴ്സി ആയിരുന്നു അയാൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് കാൽപന്ത് കളിയെ അടക്കി ഭരിക്കാൻ കെൽപ്പുള്ള ഗലാക്ടിക്കോസ് എന്ന റിയൽ മാഡ്രിഡിന്റെ തുറുപ്പ് ചീട്ടുകളെ ആയിരുന്നു. അന്ന് അവർക്കെതിരെ നിൽക്കാൻ ഏതൊരു ടീമും ഒന്ന് ഭയന്നിരിക്കണം. 2006 അന്ന് ലോകത്തിലെ ഏതൊരു ടീമും ഭയന്നിരുന്ന റൊണാൾഡോ, റൊണാൾഡീനോ, കഫു തുടങ്ങിയ ലോകോത്തര താരങ്ങൾ അടങ്ങിയ കാനറി പടയവരെ മധ്യനിരയിലെ ഒറ്റാൻ പോരാട്ടം കൊണ്ട് അയാൾ വിരൽത്തുമ്പിൽ നിർത്തിയത് ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാനാവില്ല. അന്ന് അയാളുടെ പ്രകടനം കണ്ടു നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ ഏറെ നിസ്സഹായതയോടെ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്നും ബ്രസീൽ പുറത്താവുന്നു. എന്നാൽ അതേ വേൾഡ് കപ്പിൽ തന്നെ അസൂരിപ്പടകൾക്കെതിരെ ഗോൾ നേടിയിട്ട് പോലും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുനിന്ന മത്സരത്തിൽ തന്റെ സഹോദരിയെ കുറിച്ച് മോശമായ രീതിയിൽ കളിയാക്കിയ ഇറ്റാലിയൻ സെന്റർ ബാക്ക് മാർക്കോ മാഡ്രസിയെ തന്റെ തല കൊണ്ട് ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് വേൾഡ് കപ്പിന് പോലും പുല്ലുവില നൽകിക്കൊണ്ട് അന്നേ ദിവസം തന്നെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ആ 10-ാം നമ്പറുകാരനെ ഇന്നും ഫ്രാൻസുകാർക്ക് മറക്കാനാവില്ല. ഒരു നല്ല കളിക്കാരന് ഒരു നല്ല കോച്ചാവാൻ കഴിയില്ല, ഒരു നല്ല കോച്ചിന് ഒരു നല്ല കളിക്കാരനും. എന്നാൽ ഈ പഴങ്കഥ തിരുത്തി എഴുതിക്കൊണ്ട് അതേ സാന്റിയാഗോ ബെർണബ്യൂവിന്റെ മണ്ണിലേക്ക് അയാൾ ഒരിക്കൽ കൂടി മടങ്ങിയെത്തി. അതേ വജ്രായുധത്തെ മുൻനിർത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായൊരു ടീം 3 വർഷത്തിൽ തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നു. വിജയത്തിന്റെ ഉച്ചകോടിയിൽ എല്ലാം നേടിയ റിയൽ മാഡ്രിഡിൽ നിന്നും അയാൾ വീണ്ടും പടിയിറങ്ങുന്നു. എന്നാൽ ഇന്നും കാൽപന്ത് കളി അയാളെ പിന്തുടരുകയാണ്. ഇനി ഒരിക്കൽ കൂടി അയാളുടെ തിരിച്ചുവരവിനായി ഗലാക്ടിക്കോസിലെ നയതന്ത്രൻ, ഫ്രാൻസിന്റെ പടത്തലവൻ, സാന്റിയാഗോ ബെർണബ്യൂവിന്റെ സ്വന്തം സിനദിൻ സിദാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി എത്തുന്നത് വരെ കാത്തിരിക്കാം.